ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ദുർദൂരപത്രാദി വെളിച്ചെണ്ണ, ദത്തൂരാദി തൈലം ഇതൊക്കെ തയ്യാറാക്കുന്ന ഇതിലത്തെ പ്രധാന ഘടകം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പലർക്കും പരിചിതമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണ ആയിരിക്കില്ല ഇത്. ഇത് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ട സംഗതിയാണ് ദത്തൂരം, ഉമ്മത്തിന്റെ ഇല. ഉമ്മത്തലയുടെ സ്വരസം ഇതിൽ ഒരു പ്രധാന ചേരുവയാണ്. ഇത് അതിന് മാത്രമൊന്നല്ല കേട്ടോ, ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിക്കണം. ഇതിന്റെ വേരും ഇലയും പൂവും കായും എല്ലാം ഔഷധ യോഗ്യമായിട്ടുള്ള ഭാഗമാണ്. വിത്തിന് മാത്രം ഇച്ചിരി വിഷ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഉപയോഗിക്കേണ്ട, അതിനെപ്പറ്റി പ്രതിപാദിക്കേണ്ട ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വിശദമായിട്ട് ഇതൊക്കെ ഏതേത് അവസ്ഥയിലൊക്കെ ഉപയോഗിക്കാം. അതായത് മുട്ടുവേദനയ്ക്ക് എങ്ങനെ പ്രയോഗിക്കാം, സ്ത്രീകളിൽ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ലംബ് അതിനെങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ പീരീഡ് സമയത്തെ വേദനയ്ക്ക്, താരന് എങ്ങനെ ഉപയോഗിക്കാം, ആസ്മ രോഗികൾക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ദത്തൂരം, ഉമ്മത്ത് എന്നാണ് മലയാളം. ഇതിന് സാൻസ്ക്രിറ്റ് നെയിമാണ് ദത്തൂരം. ബൊട്ടാനിക്കൽ നെയിമും ഏകദേശം സിമിലറാണ്. അതായത് ദത്തുര സ്ട്രാമോണിയം എന്നാണ്. സൊളാനേസിയ ഫാമിലിയാണ്. ഓക്കെ, സൊളാനേസിയ ഫാമിലി, ദത്തുര സ്ട്രാമോണിയം, ദത്തൂരം എന്ന് സംസ്കൃതം, ഉമ്മത്ത് എന്ന് മലയാളത്തിൽ വിളിക്കുന്നു. ഓക്കെ, ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര കടു തിക്തരസാണ്. കടു വിഭാഗമാണ്. അതുപോലെ ഉഷ്ണവീര്യ, പിന്നെ ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളോട് കൂടിയതാണ്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇത് നമുക്ക് സാധാരണ കേരളത്തിലൊക്കെ പല ഭാഗങ്ങളിലും കാണാം, പക്ഷെ കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവും. ഇതിങ്ങനെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുകളിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. രണ്ട് വെറൈറ്റി കാണാം. പൂക്കളിലുള്ള വ്യത്യാസം, നമ്മൾ അറക്കം എരിക്കിന്റെ ഉപയോഗം പറഞ്ഞ മാതിരി തന്നെ വെളുത്ത പൂക്കളുള്ളതും കാണാം, വയലറ്റ് പൂക്കളുള്ളതും കാണാം. ഇതിൽ ആ വെള്ള പൂക്കളാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ പൂക്കൾ നമുക്ക് ഉപയോഗിക്കണം. ഇലയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത്. വേരും ഒക്കെ ഉപയോഗിക്കും. കായ വിഷ സ്വഭാവമുള്ളതാണ്. ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മാരകമായ വിഷമാണ്. വോമിറ്റിങ്ങും തലയിറ്റിലും ഛർദിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മരണകാരണം വരെ ആയേക്കാവുന്ന സംഗതിയാണ്. പക്ഷെ അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്ന് വേർതിരിച്ചെടുക്കുന്ന, ആ വിത്തുനിന്ന് വേർതിരിച്ചെടുക്കുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടേ നമ്മൾ മരണശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിൽ എല്ലാ ചികിത്സകളും കഴിഞ്ഞ് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ആ മരണം, പലതരം ക്യാൻസറസ് കണ്ടീഷനിലൊക്കെ ആ ലാസ്റ്റ് സ്റ്റേജിൽ ആ പെയിൻ അറിയാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ് ഇല്ലേ, അത് ഇതിന്റെ വിത്തുനിന്ന് വേർതിരിച്ചെടുക്കുന്ന ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്തിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, നമുക്ക് ആ വിഷ സ്വഭാവമുള്ള സംഗതികളായതുകൊണ്ട് അത് നമുക്ക് ഇന്ന് പ്രതിപാദിക്കേണ്ട, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ അബദ്ധത്തിൽ പോലും അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പലതരം ഒരു ഹോസ്പിറ്റലൈസേഷൻ, ഒരു അഡ്മിഷൻ ആവശ്യം വരും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് ഇതിന്റെ ഇല കൊണ്ടും പൂവ് കൊണ്ടും ഉള്ള ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഡെയിലി രാത്രി 9 മണിക്ക് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേ, പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിവരങ്ങളിലേക്ക് വരാം. അപ്പൊ ഈ ഇല അങ്ങനെ വലിയ ഇലയായിരിക്കും. അതുപോലെ കാട് പിടിച്ച് വളർന്നോളും. പ്രത്യേകിച്ച് വിത്തും വളവും നനയൊന്നും വേണ്ട. മനസ്സിലായോ? തന്നെ വളർന്നുണ്ടായിക്കോളും. അങ്ങനത്തെ ഒരു പാവം ചെടിയാണ്. പക്ഷെ ഇതിന് ഈ വിഷ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മളൊരു ഡബിൾ മൈൻഡോട് കൂടിയാണ്, ഒരു സംശയാസ്പദമായിട്ടാണ് പലരും വീക്ഷിക്കുക. പക്ഷെ ഇതിന്റെ ഇലയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഉള്ളിലേക്ക് ചെന്നാലേ ചെറിയൊരു മയക്കം, തലചുറ്റ്, ചെറിയൊരു ഓക്കാനം, ഛർദിയൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന അർത്ഥം. നമ്മളിതൊക്കെ ഇല സ്വരസായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതുപോലെ ഇതുകൊണ്ടുള്ള ചില ലേപങ്ങളുണ്ട്, അതൊക്കെ പറയാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക, വിശദമായിട്ട് കേൾക്കുക. അവ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കണ്ടാലേ നിങ്ങൾക്ക് ഇത് മുഴുവൻ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ഇത് ശിരോരോഗങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു പറയാം. ദത്തൂരാദി തൈലം, ദുർദൂരപത്രാദി വെളിച്ചെണ്ണയിലൊക്കെ ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് സ്വരസം എടുക്കുന്നുണ്ട്. അത് ചേർത്താണ് കഴിച്ചത്. അത് പലതരം താരൻ, ഡാൻഡ്രഫ്, തലയിൽ പൊറ്റം വരിക, അങ്ങനത്തെ പലതരം രോഗാവസ്ഥകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേട്ടപാടെ ഓടിപ്പോയി മേടിച്ച് തേക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണോ, നിങ്ങളുടെ ബോഡി ശരീരപ്രകൃതിക്ക് അനുയോജ്യമാണോ അല്ലേ? എന്താ വെച്ചാൽ ഇത് ഇച്ചിരി ഉഷ്ണ സ്വഭാവമല്ലേ, പറഞ്ഞില്ലേ? ഉഷ്ണവീര്യാണ്, കടു വിഭാഗമാണ്, കടു തിക്തരസാണ്. അപ്പൊ അതെല്ലാ ശരീരപ്രകൃതിക്ക് യോജിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന നിങ്ങളുടെ ശരീരത്തിനും തലയ്ക്കും യോജിച്ച എണ്ണ നിശ്ചയിച്ചോളൂ. പക്ഷെ ഈ ദുർദൂരപത്രാദി വെളിച്ചെണ്ണ, ദത്തൂരാദി തൈലൊക്കെ തയ്യാറാക്കാനായിട്ട് ഇതിന്റെ സ്വരസം ഇടിച്ചു പിഴിഞ്ഞ നീര് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ പ്രതിപാദിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ഈ താരനുള്ളവര് ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക. അത് നിങ്ങൾ താരൻ നല്ലോണം പൊറ്റ പിടിച്ച് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് മുൻപായിട്ടേ, തല കഴുകില്ലേ അതിനു മുമ്പ് ഒരു 1-2 മിനിറ്റ്, മാക്സിമം ഒരു 3 മിനിറ്റ് ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര്
തലയോട്ടിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളയുക. അതിനായിട്ട് നമുക്ക് ചെമ്പരത്തിയില ഇടിച്ച് പിഴിഞ്ഞ താളിയോ അല്ലെങ്കിൽ മുൽഗാതി ചൂർണോ അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ കടലമാവോ എന്തെങ്കിലും താളിപ്പൊടികളോ ചീവിക്കപ്പൊടിയോ എന്താ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. സോപ്പും ഷാമ്പൂ ഒന്നും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ സംഗതിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം അവിടെ കിട്ടണമെങ്കിൽ അത് അവിടെ കിടക്കണം. അതിൻ്റെ ഒരു ലൈറ്റ് സ്മിയർ. അത് നിങ്ങൾ സിന്തറ്റിക് സോപ്പും ഷാമ്പൂ ഇട്ട് അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പിന്നെ എവിടെ കിട്ടുക? അപ്പോൾ അതുകൊണ്ട് താളിപ്പൊടിയൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ തല കഴുകുക. അത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ശീലാക്കുന്നത്. താരൻ, അതുപോലെ തലയിൽ ചൊറിച്ചിൽ, ഇങ്ങനെ പൊറ്റ പിടിച്ചൊക്കെ താരം വരും. ഭയങ്കരമായ ഡ്രൈ ആയിട്ടുള്ള താരനേക്കാൾ കൂടുതൽ കവചമായിട്ടുള്ള ഓയിലി ആയിട്ട് വെറ്റായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് പടർന്ന് കിടക്കുന്ന തരം താരനുള്ളവർക്കാണ് കൂടുതൽ ഫലപ്രദം. അത്തരം അവസ്ഥയിലായിരിക്കും ഈ ദുർദുരപത്രാദി വെളിച്ചെണ്ണയും ദത്തൂരാദി തൈലൊക്കെ കൂടുതൽ പ്രയോജനപ്പെടുക. ഓക്കെ, അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ശിരസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, അത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെളിച്ചെണ്ണ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ആസ്മ രോഗികൾക്കും കഫക്കെട്ട്, നെഞ്ചിലെ കഫക്കെട്ട്, കോവിഡ് വന്ന് മാറിയവർക്കുണ്ടാവുന്ന കഫക്കെട്ട്, ഇത്തരം രോഗാവസ്ഥകൾ എങ്ങനെ ഉപയോഗിക്കാന്ന് പറയാം. ഇതിന്റെ നമ്മൾ എരിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതിന്റെ പൂവ് തന്നെ അതിന് എടുക്കേണ്ടത്. വെളുത്ത പൂവ് അതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിച്ചെടുത്തിട്ട് ഒരു പേപ്പറിൽ വിരിച്ചിട്ട് നിഴലിലിട്ട് ഉണക്കണം. അത് ഒരാഴ്ചയൊക്കെ വേണ്ടി വരും അത് ഉണങ്ങി കിട്ടാനായിട്ട്. തണലത്തിട്ട് ഉണക്കുക. അത് ഉണക്കിയതിന് ശേഷം അത് പൊടിച്ച് ചൂർണ്ണാക്കി എടുക്കാം. ഇത് എനിക്ക് പരിചയം എന്നു വെച്ചാൽ നമ്മുടെ ആനന്ദ ഡോക്ടർ ഞങ്ങൾ കോയമ്പത്തൂർ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ധാരാളം കിട്ടും. ഇച്ചിരി വരണ്ട കാലാവസ്ഥയിലെ കൂടുതലായിട്ട് വളരുക. അപ്പോൾ അദ്ദേഹം ഇതിങ്ങനെ പറിച്ച് ഇതിങ്ങനെ പേപ്പറൊക്കെ ഇതിലൊക്കെ വിരിച്ച് അതിൽ ഉണക്കിയെടുത്ത് പൊടിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് നിഴലിൽ ഉണക്കി പൊടിച്ച പൊടി നമ്മൾ കനലിൽ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കനലെടുത്തിട്ട് അതിലേക്ക് ആ പൊടി ഇങ്ങനെ വെതറുക. അപ്പോൾ അതെന്ന് പറയുന്ന പുകയില്ല, ധൂമം. അത് നമ്മൾ ഇൻഹെയിൽ ചെയ്താൽ നമുക്ക് ആ നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ട് ആസ്മ രോഗികൾക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യും. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ധൂമപാനം എന്നാണ് ഇതിന് ആയുർവേദത്തിൽ പറയുക. ആ സാൻസ്ക്രിറ്റ് ടേം ധൂമപാനം എന്നാണ്. ഇതിനൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ സാധാരണ പുക വലിച്ചു വിടുന്ന പോലെയല്ല. ഇത് നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കണം. മൂക്കിലൂടെ എടുത്തിട്ട് നീട്ടി വലിക്കുക, വായിലൂടെ എക്സൈൽ ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ. നിങ്ങൾ മറ്റേ സിഗരറ്റ് സ്മോക്കിംഗ് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ. അത് നിങ്ങൾ വായിലൂടെ വലിച്ച് വായിക്കോടെയും വിടും മൂക്കോടെയും വിടുന്ന വരുന്നവരുണ്ട്. നമുക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത ദത്തൂരം ഉമ്മത്തിന്റെ പൂവ് നിഴലിലിട്ട് ഉണക്കിയെടുത്ത് നന്നായിട്ട് പൊടിച്ചത് കനലിലിട്ട് പുകച്ച് ആ പുക മൂക്കിലൂടെ വലിക്കുക, വായിലൂടെ എക്സൈൽ ചെയ്യുക. ഇത് തുടർച്ചയായിട്ട് പതിവായിട്ട് ഒന്നുകിൽ രാവിലത്തെ സമയം വൈകിട്ടോ നിത്യേന ചെയ്യുന്നത് ഒരു 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമൊക്കെ മാക്സിമം ചെയ്യാം. അത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കും. ആസ്മ രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കഫക്കെട്ട് നെഞ്ചിലും ശിരസിലും അല്ലെങ്കിൽ സൈനസൈറ്റിസും ഒക്കെ ഉണ്ടാകുന്ന കഫസംബന്ധമായ തലവേദനയുള്ളവർക്കും ഒക്കെ ഈ പ്രയോഗം ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ആസ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇനി വീണ്ടും നമുക്ക് ഇലയിലേക്ക് വരാം. നമ്മുടെ ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ, മാറിലുണ്ടാവുന്ന മുഴകൾ, അതുപോലെ ലംബ്, സിസ്റ്റ്, ഗ്രൂത്ത്, ഇത്തരം സംഗതികളിൽ സ്തനവിദ്രതി എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ വിളിക്കുക. അത് പൊട്ടി ഒലിച്ചു വരാം, അതല്ലെങ്കിൽ കുരുക്കളായിട്ട് വരാം. അങ്ങനെ തടിച്ചു വീർത്ത് സ്ഥലങ്ങളിൽ വരുന്ന മുഴകൾക്ക് ഇത് പ്രയോഗിക്കാം. അതെങ്ങനെയാണെന്നറിയോ? ഇതിന്റെ ഇലയും തുല്യ തൂക്കം പച്ചമഞ്ഞളും കൂടി ശുദ്ധജലം ചേർന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ലേബിടുക. അത് പുരട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളയാം. 2-3 മണിക്കൂർ മാക്സിമം അത്ര ഇട്ടാൽ മതി. അതിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇടണം കേട്ടോ. പതിവായിട്ട് ഇടും വേണം, എന്നാലേ അത് പോവുള്ളൂ. അതായത് കൂടെ ഇങ്ങനെ ലംബ് വരിക, തടിപ്പ് വരിക, സിസ്റ്റ് വരിക, അതൊക്കെ ചിലപ്പോൾ സ്കാൻ ചെയ്തിട്ട് ചില തടിപ്പുകൾ കണ്ടു, അത് പേടിച്ച് ബയോവിക്കുലറായിട്ട് ഇനി ഇത് വേറെ അപകടങ്ങളൊക്കെ ആവുമെന്നൊക്കെ പേടിച്ച് ഉറങ്ങാതിരിക്കുന്ന പലരുണ്ട്. അപ്പോൾ അത് ആ തുടക്കത്തിൽ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പച്ചമഞ്ഞളും ഉമ്മത്തിന്റെ ഇലയും കൂടി നന്നായിട്ട് അരച്ചിട്ട് അത് ലേപം പുരട്ടിയിടുക. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ കഴുകിക്കളയും. മാക്സിമം 2 മണിക്കൂർ, മിനിമം അരമണിക്കൂർ ഇടണം. പതിവായിട്ട് 1-2 ആഴ്ചയെങ്കിലും മിനിമം തുടർച്ചയായിട്ട് ഇടണം, എന്നാലേ അതിന്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ അത് ചുരുങ്ങി ഉള്ളിലേക്ക് ചുങ്ങി പോകുന്നതിനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറയാം. അതായത് ഇത്തരം ലേപങ്ങൾ നമ്മൾ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കായാലും ഇല അരച്ചെടുക്കായാലും പിന്നീട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് കൈകൾ അതിനുപയോഗിച്ച പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. എന്താ ചെയ്തത്? ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് മയക്കം, തലചുറ്റില്, ഓക്കാനം, ഛർദിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയൊരു വിഷ സ്വഭാവം ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പക്ഷെ ഇതിന് ഔഷധ ഗുണങ്ങൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാനും വയ്യ. അതാണ് പ്രതിപാദിക്കാന്ന് വിചാരിച്ചത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലംപ് ഇൻ ദ ബ്രസ്റ്റ്, സിസ്റ്റ്, ഗ്രൂത്ത് ഇത്തരം കണ്ടീഷനിൽ പ്രയോഗിക്കാം. ഒരു കാര്യം നിങ്ങൾ കൈ കഴുകേണ്ട കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്, ഫീഡിങ് മദേഴ്സ് ഇത് ഉപയോഗിക്കരുത്. മുലയൂട്ടുന്ന അമ്മമാര് ഇത് ഉപയോഗിക്കരുത്. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ വിഷ സ്വഭാവമുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ ഇലയുടെ നീരൊക്കെ മതി ഈ തലചുറ്റും മോഹാലസ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഫീഡിങ് മദേഴ്സ്, മുലയൂട്ടുന്ന അമ്മമാര് ഇത് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ
സ്ത്രീകൾക്ക് തന്നെ പീരീഡ്സിനോടനുബന്ധിച്ച് കലശലായ മസ്കുലർ ക്രാംസ്, മെൻസ്ട്രൽ ക്രാംസ്, ലോവർ അബ്ഡമനിൽ കലശലായ വേദന അനുഭവപ്പെടുക, അരക്കെട്ടിൽ വേദന അനുഭവപ്പെടുക, ഇത്തരം അവസ്ഥകളില്ലേ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ഇല പറിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ഇത് ചതച്ചിട്ട് വെന്ത വെള്ളം തോർത്ത് മുണ്ട് മുക്കി പിഴിഞ്ഞിട്ട് സ്വേദപ്രയോഗം എന്ന് പറയും. ആ നല്ല ഒരുവിധം ചൂടോടെ ആവി പറക്കുന്ന പരുവത്തിൽ തോർത്ത് അതിൽ മുണ്ട് മുക്കി പിഴിഞ്ഞിട്ട്, തോർത്ത് മുണ്ട് മുക്കി പിഴിഞ്ഞിട്ട് ആ അടിവയറ്റിലും അരക്കെട്ടിലും ഒക്കെ ഇങ്ങനെ ആവി പിടിച്ചാൽ ഈ മെൻസ്ട്രൽ സമയത്തുണ്ടാകുന്ന ക്രാംസ്, പെയിന് കുറയുന്നതിന് സഹായിക്കും. മെൻസ്ട്രൽ പീരീഡ്സിനോടനുബന്ധിച്ച് വേദനകൾ അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ വിയർപ്പിക്കുന്നതിനായിട്ട് ഇത് ഉപയോഗിക്കാനർത്ഥം. ഒരു 4-5 ഇല ചതച്ചിട്ടിട്ട് നന്നായിട്ട് ഒരു കുഞ്ഞിക്കലം വെള്ളം തിളപ്പിക്കുക അസലായിട്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ തോർത്തുമുണ്ട് മുക്കി പിഴിഞ്ഞ് അടിവയറ്റിലും അരക്കെട്ടിലും ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് ഇതിന് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ആ വേദന കുറയുന്നതിന് സഹായിക്കും. ഈ വേദന കുറയുന്നത് എന്താണെന്നറിയോ? വേദന എന്ന് പറയുമ്പോൾ എപ്പോഴും വാദം വർദ്ധിച്ചിട്ടുണ്ടാവുന്നത്. ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോഴാണ് വേദനയായിട്ട് ലക്ഷണം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വാദം വർദ്ധിക്കുന്നുണ്ട്, ശരീരത്തിൽ വായു കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ വായു തണുപ്പാണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്വാളിറ്റീസ് ആണ് ഇതിനുള്ള ഉഷ്ണവീര്യമാണ്, ഉഷ്ണാണ്. അപ്പോൾ ആ ഉഷ്ണവീര്യം ഉള്ളത് കൊണ്ടാണ് ഈ വേദന കുറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ വേദന മാറാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ചൂട് പിടിച്ച് ആവി പിടിക്കുമ്പോൾ വേദന കുറയും. മനസ്സിലായോ? ഇത് ചൂടുള്ളത് സംഗതി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് ചൂട് കൂടുതലുള്ള ദ്രവ്യം ആയതുകൊണ്ടാണ് ഈ തലചുറ്റും, ഭ്രമം, മോഹാലസ്യം ഒക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ശ്രദ്ധിക്കുക. ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പീരിയഡ്സിനോടനുബന്ധിച്ചുള്ള വേദനകൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കാം. ഓക്കെ, ഇനി അടുത്ത പ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്ധിഗതവാദവും ആമവാദം ഈ രണ്ടവസ്ഥയിൽ ഇത് ഉപയോഗിക്കാം. എന്നാൽ രക്തവാദത്തിൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ സന്ധിഗതവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലൊക്കെ, പ്രത്യേകിച്ച് മുട്ടായിട്ട് പറയാം, ജോയിൻസിൽ ഉണ്ടാവുന്ന വേദന, കലശലായ വേദന. എന്നാൽ ഇങ്ങനെ ക്രാക്ലിംഗ് നോയ്സ് ഒക്കെ മടക്കം നിർത്തങ്ങ് ചെയ്യുമ്പോൾ ചെറിയ പൊട്ടലും ശബ്ദമൊക്കെ കേൾക്കും. ക്രാക്ലിംഗ് നോയ്സ് എന്ന് പറയും. അങ്ങനെ ക്രാക്ലിംഗ് നോയ്സ് ഉണ്ടാവുക. ഇനി അതല്ലെങ്കിൽ തരിപ്പ് ഉണ്ടാവുക. ഈ ജോയിന്റുകളിൽ, സന്ധികളിൽ കലശലായ വേദന. ഇതാണ് സന്ധിഗതവാദത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്ന കണ്ടീഷനിൽ ജോയിൻസിൽ ഉണ്ടാകുന്ന വേദനയിൽ ഇതേപോലെ ഇതിന്റെ ഇലയുണ്ടല്ലോ നന്നായിട്ട് ശുദ്ധജലം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് കെട്ടിവെച്ച് അത് പുരട്ടി കെട്ടിവെക്കുക. സന്ധ്യയാകുമ്പോൾ കെട്ടിവെച്ച് പിറ്റേ ദിവസം രാവിലെ അഴിച്ചു കളയുക. ഈ വേദന കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആമവാദത്തിൽ എന്താ വ്യത്യാസം? സന്ധിഗതവാദവും ആമവാദമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമവാദമാകുമ്പോൾ നീരുണ്ടാവും, വേദനയുണ്ടാവും, ചെറുങ്ങനെ പനിയുണ്ടാവും. എന്നാൽ ഈ ചുവപ്പ് നിറം ഉണ്ടാവില്ല. ചുവപ്പ് നിറം നീല നിറം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് രക്തവാദ. മനസ്സിലായോ? അതുപോലെ ഈ ക്രാക്ലിംഗ് നോയ്സ് ഉണ്ടാവില്ല, നീർക്കെട്ടുകാരൻ ശബ്ദമൊന്നും ഉണ്ടാവില്ല. ക്രാക്ലിംഗ് നോയ്സ് ആണുള്ളെങ്കിൽ അത് സന്ധിഗതവാദ. ഈ ആമവാദത്തിൽ നീരുണ്ടാവും, വേദനയുണ്ടാവും, ചെറുതായിട്ട് പനി തോന്നും, രാത്രികാലങ്ങളിലോ രാവിലത്തെ സമയമായിരിക്കും കലശലായ വേദന. ഇത്തരം അവസ്ഥയിലും ഇതേപോലെ നല്ല ശുദ്ധജലം ചേർത്ത് ഇതിന്റെ ഇല നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ വേദനയുള്ള കാൽമുട്ടിലോ വേദനയുള്ള സന്ധികളിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് പുരട്ടി കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അഴിച്ചു മാറ്റുക. ഇതും ഈ വേദന നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഓക്കെ, രക്തവാദത്തിൽ പറ്റില്ല. എന്തുകൊണ്ടാ? ഇത് ചൂടാണ്. രക്തവാദത്തിൽ രക്തവും പിത്തവുമാണ് കോപിക്കുന്ന. പിത്തദോഷം ചൂടാണ്, രക്തധാതു ചൂടാണ്. അപ്പൊ ആ ചൂടുള്ള അവസ്ഥയിൽ ഇത് കൂടുതൽ ചൂടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാൽ അസുഖം കൂടുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രക്തവാദ രോഗികൾ ഉപയോഗിക്കരുത്. സന്ധിഗതവാദ രോഗികൾക്കും ആമവാദ രോഗികൾക്കും ജോയിൻസിൽ ഉണ്ടാകുന്ന വേദനയോ നീർക്കെട്ടോ രണ്ടും കൂടിയുള്ള അവസ്ഥയിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, നല്ല ആശ്വാസം ലഭിക്കും. ഇതുകൊണ്ട് മാത്രം മാറും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റ് ചികിത്സയുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ വേദന ഒരു ഇടയ്ക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയിൽ വേദന കൂടുന്നു, അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കാം. അതുപോലെ ചികിത്സയ്ക്ക് കൂടെ അനുബന്ധമായിട്ട് നിങ്ങളിതൊരു പ്രലേപനം, ഒരു എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തു വന്നാൽ കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ വേദന നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. അതല്ലാതെ കലശലായ വേദനയുള്ളവർ, വർഷങ്ങളായിട്ട് പഴക്കമുള്ള ആമവാദമുള്ളവർ ഇത് മാത്രം പരട്ടിയിട്ട് അത് മാറിപ്പോകുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പ്രത്യേകം ഓർക്കുക. ഓക്കെ, എന്തായാലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രീറ്റ്മെന്റിലായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അറിവോടും അനുവാദത്തോടും സമ്മതത്തോടും കൂടെ മാത്രം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്റേണലി ഇത് ഉപയോഗിക്കരുത്. ഇന്റേണലി ഈ ദത്തൂരത്തിന്റെ ഒരു സംഗതികളും നിങ്ങൾ ഉപയോഗിക്കാവുന്ന കണ്ടീഷനുകൾ ഉണ്ട്. അത് ശുദ്ധി ചെയ്തൊക്കെ ചെയ്യാം. പക്ഷെ അത് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടപാടെ കുറെ പേര് ഇത് എടുത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അത് നമുക്ക് വേണ്ട. ഇന്റേണലി ഇത് ഉപയോഗിക്കേണ്ട. കൈകളിലൊക്കെ ഇത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സന്ധിഗതവാദ രോഗികൾക്ക് ഈ ജോയിൻസിലൊക്കെ വേദന പതിവാണ്. വാദസംബന്ധമായ വേദനകൾ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സന്ധ്യയാകുമ്പോൾ വേദനയൊക്കെ അങ്ങോട്ട് തുടങ്ങും. ഇച്ചിരി പ്രായമായവരൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്കിത് വീട്ടിലുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോഴേ നിങ്ങൾ തൈലൊക്കെ തേച്ച് അരമണിക്കൂർ തലോടി ഇരുന്ന് ചെറിയ വ്യായാമമൊക്കെ ചെയ്ത് ദേഹം കുളിക്കില്ലേ,
ആ സമയത്ത് വാദസംബന്ധമായ സന്ധിഗതവാദ സംബന്ധമായോ അമവാദമായിട്ടോ ജോയിൻസിൽ വേദന ഉണ്ടെങ്കിൽ ഈ ഇല ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം കൊണ്ട് അങ്ങോട്ട് പതിവായിട്ട് കുളിക്കുന്നത് ശീലാക്കിയാൽ ഈ വേദനകൾ, വാദസംബന്ധമായ വേദനകൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി നല്ല സ്പിരിറ്റാണ്, നല്ല താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഉപനാഹം ചെയ്യുന്ന ഒരു വിദ്യ കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ അരിയില്ലേ, അരിമാവ്, അരി നന്നായിട്ട് കുതിർത്തെടുത്ത് അരച്ച് പുളിപ്പിക്കുക. അരച്ചിട്ട് പുളിപ്പിക്കുക. അപ്പൊ ആ പുളിപ്പിക്കാൻ വെക്കുന്ന കൂടെ ഇതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഇല അരച്ച് ചേർക്കുകയോ ചെയ്തിട്ട് ഒരു രാത്രി സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഈ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് പുളിക്കില്ലേ, അതേപോലെ പുളിപ്പിക്കുക. ഓക്കെ, അപ്പൊ അത് രാവിലെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴേക്കും അതാ കൂടുതൽ എഫക്റ്റീവ് ആവുക. രാവിലെ അരിമാവ് അരച്ചു വെച്ചാൽ സന്ധ്യ ആകുമ്പോഴേക്കും അതിങ്ങനെ വീർത്തു വരും ഇല്ലേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഉമ്മത്തിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർക്കാം, അതല്ലെങ്കിൽ ഇല അരച്ചത് ചേർത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴേക്കും അതിങ്ങനെ വീർത്തു വരും. അത് നിങ്ങളൊരു നല്ല പരുത്തി ശീലയിൽ അതങ്ങോട്ട് എടുത്ത് പരട്ടുക. ഓക്കെ, എന്നിട്ട് ഈ വേദനയുള്ള ജോയിന്റിൽ, ഇപ്പൊ മുട്ടിലാണെങ്കിലോ കൈയിന്റെ കണ്ണിയിലാണെങ്കിലോ എൽബോ ജോയിന്റ്സോ ഒക്കെ ആണെങ്കിൽ ആ വേദനയുള്ള ജോയിന്റ്സിൽ ഇത് കെട്ടി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രക്തവാത രോഗികൾക്ക് ഇത് അനുയോജ്യമല്ല, പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. അത് ആ കെട്ടാൻ നേരത്ത് ഇച്ചിരി ആവണക്കെണ്ണയും കൂടി ചേർത്താൽ വിശേഷമായി. ഓക്കെ, ആവണക്കെണ്ണയും കൂടി ചേർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ദേഹത്തേക്ക് ഏത് തൈലാണ് നിശ്ചയിക്കുന്നത് വെച്ചാൽ തൈലും കൂടെ കുറച്ച് ചേർത്തിട്ട് ആ ഒരു പരുത്തി ശീലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആ വേദനയുള്ള ജോയിന്റിൽ ഒരുവിധം മീഡിയം മുറുക്കത്തോടെ, ഒത്തിരി ടൈറ്റാക്കി കെട്ടരുത് കേട്ടോ, മുറുക്കത്തിൽ പ്രഷറിൽ കെട്ടി വെച്ചിട്ട് കിടക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അഴിച്ചു കളയാം. അത് ഈ സന്ധിഗതവാദ രോഗികൾക്കോ എന്ത് ജോയിന്റ് പെയിൻ ഉള്ളവർക്കോ ഇത് ചെയ്യുന്നത് ഉപനാഹം എന്നാണ് ഈ ചികിത്സയ്ക്ക് പറയുക. അപ്പൊ നിങ്ങളത് കെട്ടി വെച്ച് നിങ്ങൾ ബെഡിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇത് വെക്കുന്ന ഭാഗത്ത് വെച്ച് അനങ്ങാതെ കിടക്കണം. അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ, അപ്പൊ ഈ വേദന കാരണം, കലശലായ വേദന കാരണം ശരിക്കും ഉറക്കം കിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗം ചെയ്താൽ നിങ്ങൾക്ക് രാത്രിയിൽ വേദന ഉണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒരുവിധം എല്ലാവർക്കും സാധിക്കും. പക്ഷെ ചിലർക്ക് ഈ കെട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളൊരു രാത്രി കെട്ടുന്നതിന് പകരം പകൽ സമയത്ത് കെട്ടി വെക്കുക. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അത് അഴിച്ചു കളയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് ഉപനാഹം എന്ന് പറയും. അപ്പൊ എന്തൊക്കെ ഉപയോഗങ്ങളല്ലേ, ഉപനാഹം കെട്ടാം, കുളിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ എടുക്കാം, പീരീഡ് സമയത്തുള്ള വേദനയ്ക്ക് ആവി പിടിക്കുന്നതിന് ഉപയോഗിക്കാം, ഈ സിസ്റ്റ് ഗ്രോത്ത് ഒക്കെ, ബ്രസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന സിസ്റ്റ് ഗ്രോത്ത് ഒക്കെ ചുങ്ങി പോകുന്നതിന് അല്ലെങ്കിൽ പൊട്ടി പുറത്തു പോകുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ആസ്മ രോഗികൾക്ക് ഉപയോഗിക്കാം, ഡാൻഡ്രഫ് പോലുള്ള ശിരോരോഗങ്ങൾക്ക് ഉപയോഗിക്കാം. ദുർദുരാതി പത്രാതി വെളിച്ചെണ്ണ, ദത്തൂരാതി തൈലം ഇതൊക്കെ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. മറ്റു പല ആയുർവേദ ഔഷധങ്ങൾക്കും ഇതിന്റെ വേര്, അതുപോലെ വിത്ത് ശുദ്ധി ചെയ്തതൊക്കെ ക്യാൻസറസ് കണ്ടീഷനൊക്കെ ഉള്ള മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മോഡേൺ മെഡിസിൻസിലും ഇതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിള് പല മരുന്നുകൾ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തതുകൊണ്ട് അതിവിടെ പ്രതിപാദിക്കുന്നില്ല. അത് വെച്ച് പരീക്ഷണം നടത്തരുത്. ഇതൊരു പോയ്സണസ് വിഷ ഔഷധ സ്വഭാവമുള്ള ചെടികളുടെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉള്ളിലേക്ക് കൊടുക്കരുത്. മനസ്സിലായി? ഉള്ളിലേക്ക് ഇത് ചെന്ന് വിട്ടാൽ ഓക്കാനോ ഛർദിയോ തലചിറ്റോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ വിത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഉള്ളിലേക്ക് പോകരുത്. ഓക്കെ, ഇലകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ പൂവും. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.